നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്തിടെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയുണ്ട്. IB ഉദ്യോഗസ്ഥ, ചെറിയ പദവിയിലൊന്നും ഇരിക്കുന്ന ഒരാളല്ല, അതും ചെറിയ പ്രായത്തിൽ ഒരു 24 വയസ്സുകാരി IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ ആത്മഹത്യ ചെയ്ത വിവരം. ശരിക്കും ഇത്രത്തോളം ഒരു വിദ്യാഭ്യാസവും ജോലിയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നു എന്നുള്ള ഒരു ഞെട്ടൽ നമുക്കുണ്ടായിരുന്നു. ഈ 24-കാരിയായ മേഘയെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിൽ മറ്റു പെൺകുട്ടികൾ, ഈ പറയത്തക്ക ജോലിയൊന്നും ഇല്ലാത്ത പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ചർച്ചയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലെ ഭീകരമായ ചില അവസ്ഥകളാണ്, അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ തെളിവുകളടക്കം പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ശമ്പളം, അതിൽ 1 രൂപ പോലും ആ പെൺകുട്ടിക്ക് എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു എന്ന്. ആഹാരം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ അവസ്ഥ. നമുക്ക് ഇത്ര വലിയ ഒരു ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് സാധാരണ ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിട്ടും ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും ആ പെൺകുട്ടിയുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അത് മുഴുവൻ കാമുകൻ എന്ന് പറയുന്ന സുഗാന്ത് കൈവശപ്പെടുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ മേഘയുടെ അച്ഛനാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. അതും മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളൊക്കെ എടുത്താണ് മേഘ കഷ്ടപ്പെട്ടതിനെ കുറിച്ച്, ഈ സുഗാന്ത് എന്ന കാമുകനിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പിതാവ് സംസാരിക്കുന്നത്. എത്രത്തോളം ഭീതിതമായ ഒരു അവസ്ഥയാണത്. ഇത് ഈ മേഘ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ജോലിയിൽ ഇരിക്കുന്നതല്ല, വിമാനത്താവളത്തില് IB വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ജോലി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന യാത്രക്കാരിൽ ആരെങ്കിലും തട്ടിപ്പുകാരുണ്ടോ, കള്ളന്മാരുണ്ടോ, ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചാരന്മാരുണ്ടോ, ഇതെല്ലാം നോക്കേണ്ടത്, ഇവരുടെ എല്ലാം രേഖകൾ പരിശോധിക്കേണ്ടത്, അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറയേണ്ടത് എല്ലാം ഇവരാണ്. അതാണ് അവരുടെ ജോലി. അപ്പൊ അതിനനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാള് എങ്ങനെയുള്ള ആളാണെന്ന് ഇവർ കണ്ടാൽ തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്രയും മിടുക്കിയായിരുന്നു ഇവർ. ആ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി സ്ഥലത്തു നിന്നൊന്നും ഇവർക്കെതിരെ മോശമായ ഒരു അഭിപ്രായവും ഇല്ല. അപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന്, അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നെല്ലാം പൊതുവെ IB ഉദ്യോഗസ്ഥര് അവരെ കുറിച്ച് മനസ്സിലാക്കും. അവരുടെ സംസാരത്തിൽ നിന്ന്, അവരുടെ കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ള രീതിയിലാണ് അവർക്ക് പരിശീലനം കിട്ടുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് അവർക്ക് കിട്ടുന്ന ഒരു പരിശീലനമാണ് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയാണ് ഈ 24 വയസ്സുകാരിയായ മേഘ. അപ്പോൾ അത്രയധികം ഉന്നത പദവിയിൽ ഇരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഉന്നത പദവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് കൊണ്ടോ അല്ലെങ്കിൽ പദവിയുടെ വലിപ്പം കൊണ്ടോ പറയുന്നതല്ല. ഒരാളെ എങ്ങനെ മറ്റൊരാളെ കണ്ടാൽ അയാളെ മാനേജ് ചെയ്യണം, അയാൾ എത്തരക്കാരനാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ജോലി പരിശീലനം ലഭിച്ചിട്ടുള്ള കുട്ടി എന്ന് തന്നെ പറയാം. കാരണം 24 വയസ്സേ ആയിട്ടുള്ളൂ. വലിയ പ്രായം കൊണ്ടുള്ള പക്വതൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഈ പരിശീലനം കഴിഞ്ഞ ആ ജോലിക്ക് അഭികാമ്യ ആയതുകൊണ്ടാണ് ആ കുട്ടിക്ക് അവിടെ തന്നെ ജോലി കിട്ടുന്നത്. എന്നിട്ടാണ് ഒരാള് ഇത്രയും പറ്റിക്കപ്പെടുന്നത്. അതും ഒപ്പം പരിശീലനത്തിന് ഉണ്ടായിരുന്ന ആള് തന്നെയാണ്. അപ്പൊ പരിശീലനം നടക്കുമ്പോൾ പോലും ഈ സുഗാത് എന്ന് പറയുന്നവന്റെ കുറുക്കൻ കണ്ണുകൾ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് മേഘയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉള്ളത്. കാരണം അവൻ ഇത്രയും ഒരു ഫ്രോഡാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ മേഘയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ ജീവൻ തന്നെ ആ കുട്ടിക്ക് കളയേണ്ടി വന്നത്. ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഫോൺ നിർത്തി നേരെ റെയിൽവേ ട്രാക്കിലേക്ക് കയറി ട്രെയിൻ വരുമ്പോൾ കമന്ന് കടക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നു. പെട്ടെന്ന് ട്രെയിൻ അങ്ങനെ തലയ്ക്ക് മീതെ കയറി അപ്പൊ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം, ഈ മേഘയെ കുറിച്ച് വേറെ ആർക്കും ഒന്നും പറയാനില്ല. ആകെ ഉള്ള ഒരു കാര്യം, IBയിലെ ജോലിക്കാരനുമായിട്ടുള്ള ഒരാളുമായി, യുവാവുമായിട്ട് അടുപ്പത്തിലായിരുന്നു. സുഗാന്ത് എന്നാണ് അയാളുടെ പേരെന്ന് പറയുന്നു. ഇദ്ദേഹം മലപ്പുറംകാരനാണ്. അപ്പോൾ അവരുമായിട്ട് വിവാഹം കഴിക്കണമെന്ന് മേഘ ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സുഗാന്ത് പിന്മാറിയതെന്ന് പറയുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ എത്രയോ കാലങ്ങളായി, പഠിക്കുന്ന കാലം മുതൽ, പരിശീലനത്തിലുള്ള സമയം മുതൽ ഇവർ തമ്മിൽ ബന്ധമുണ്ട്. അതിന്റെ ഇടയിൽ ജോലി രണ്ടുപേർക്കും ജോലി കിട്ടി, വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവളുടെ മാസത്തിന് ശമ്പളം എല്ലാ മാസവും കറക്റ്റായിട്ട് വാങ്ങുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അത് കഴിഞ്ഞ് ശമ്പളം വാങ്ങുന്ന സമയത്ത് പറഞ്ഞത് അയാൾക്ക് IAS എടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അച്ഛന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളുണ്ട് എന്നാണ് അത്രേ സുഗാന്ത് പറഞ്ഞത്.
അത് കാരണം വിവാഹം ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. അപ്പോ എന്തിനാണ് ഇയാൾ മേഘയെ കണ്ടിരുന്നത്? സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി. ശരിക്കും ഈ സുഗാന്ത് പറഞ്ഞ ചില ന്യായങ്ങൾ, IAS അതിന് പഠിക്കാൻ പോകണം, അതുപോലെ തന്നെ പിതാവിന്റെ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ മേഘയിൽ നിന്ന് ഇയാൾ പണം വാങ്ങി. പൈസ മുഴുവൻ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നു. തൊട്ടിപ്പുറത്ത് നമ്മൾ നോക്കണം, ഈ മേഘയെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ച രണ്ട് മാതാപിതാക്കൾ മേഘയുടെ വീട്ടിലുണ്ട്. അവർക്ക് പോലും കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഈ സുഗാന്തിനോടുള്ള വിശ്വാസം അല്ലെങ്കിൽ അയാളോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് മേഘ അയാളുടെ കുടുംബത്തിന് വേണ്ടി ആ പണം മുഴുവൻ കൊടുത്തത്. എന്നിട്ട് തിരികെ അങ്ങേയറ്റത്തെ ചതി കാണിച്ചു. അക്കൗണ്ടിലാകെ 80 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പൈസ 28ാം തീയതി ശമ്പളം കിട്ടി, 19ാം തീയതി ആയപ്പോഴേക്കും 80 രൂപയേ ഉള്ളൂ. അറിയപ്പെടുന്നിടത്തോളം ഈ കുട്ടിക്ക് കടങ്ങളൊന്നും തന്നെ അച്ഛനമ്മമാർക്ക് അറിയില്ല. അപ്പോൾ എന്താണ് ഈ പൈസയ്ക്ക് സംഭവിച്ചത് നോക്കുമ്പോൾ മകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ഈ പണം മുഴുവനും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത്. പല സ്ഥലത്ത് വെച്ചും ATM കാർഡ് മുഖേന സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതിനിടയ്ക്കാണ് പറഞ്ഞത് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോ അത് കഴിഞ്ഞ് ജോലി സ്ഥലത്തൊക്കെ അന്വേഷിക്കുമല്ലോ. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കളെ വിളിച്ചു കഴിഞ്ഞാൽ പണം ഇല്ലാത്തത് കൊണ്ട് വരുന്നില്ല, കാശില്ല, ഞാനിപ്പോ വരുന്നില്ല, ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പുറത്തു പോകാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിന് കാശില്ല എന്നാണ് പറഞ്ഞിരുന്നെന്ന് പറയുന്നു. അപ്പോ ഫെബ്രുവരി 28-ന് കിട്ടിയ ശമ്പളം പോലും മുഴുവനായിട്ടും ഈ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സുഗാന്ത് സുരേഷ് എന്നാണ് പറയുന്നത്. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പണം ഇവളുടെ ചെലവിനായിട്ട് അയാൾ അയച്ചു കൊടുക്കും. ഫുള്ളും കിട്ടിയ പണം മുഴുവൻ അയാൾക്ക് കൊടുക്കണം. അവിടെ അപ്പൊ അയാളൊരു മനോരോഗി കൂടിയാണ്. മനോരോഗം എന്ന് പറഞ്ഞതിനെ മനോരോഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഡിസ്റ്റ് എന്നോ അങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ. കാരണം ഫുൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. അവസാനം ഇവൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അയാൾ കുറച്ചിട്ട് കൊടുക്കും. പറയുന്നത് ഭർത്താവല്ല, കാമുകനാണ്. ഭർത്താവിന് പോലും അങ്ങനെ ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു കാമുകൻ കിട്ടുന്ന കാശ് മുഴുവൻ വാങ്ങിയെടുക്കുക. നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു വശവും കൂടി ഒന്ന് നോക്കണം. ഇപ്പോൾ ഈ പരസ്പരം തേപ്പ് എന്നാണല്ലോ ഇതിനെ പറയുക. കാമുകന്മാർ പ്രണയത്തിൽ നിന്ന് പിന്മാറിയാൽ പിന്നെ അത് തേപ്പാണ്. ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ മറ്റേ കൊടുക്കൽ വാങ്ങലിന്റെ ഒരു പറച്ചിലുണ്ട്. നിനക്ക് ഞാൻ അത് മേടിച്ചു തന്നു, നിനക്ക് ഞാൻ മറ്റേത് മേടിച്ചു തന്നു. എന്തിനാണെന്നേ നിങ്ങളുടെ കയ്യിലെ കാശ് എടുത്തിട്ട് ഇങ്ങനെ ചെലവാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഈ എച്ചിത്തരം പറയേണ്ടി വരുന്നത് എന്തിനാണെന്ന് ചോദിക്കാതെ നിവൃത്തിയില്ല. കാരണം ഇന്ന് കാണുന്ന എല്ലാ പ്രണയങ്ങളിലും ഉള്ള ഒരു കാര്യമാണിത്. കാരണം അവൾ എന്നെ നല്ലവണ്ണം ഊറ്റിയിട്ടാ പോയത്. എന്തിനാണ് ഊറ്റാൻ നിന്നു കൊടുത്തത്? അത് നിങ്ങളുടെ കഴിവില്ലായ്മയാണ്. നിങ്ങൾ അധ്വാനിക്കുന്ന പൈസ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതിൽ മറ്റൊരാൾ, അല്ലാതെ എനിക്ക് സ്നേഹം കൂടിയിട്ട് ഞാൻ എന്റെ സമ്പാദ്യം മുഴുവൻ കൊണ്ടു കൊടുത്തിട്ട് അവസാനം അവൾ അതും കൊണ്ടുപോയി അല്ലെങ്കിൽ അവൻ അതും കൊണ്ടുപോയി എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. തൊട്ടിപ്പുറത്തൊന്ന് ഓർക്കണം, ഈ മാതാപിതാക്കൾക്ക് പോലും 10 രൂപ കൊടുക്കാത്ത ആൾക്കാരായിരിക്കും ഇത് കൊണ്ടുപോയി കാമുകനും കാമുകിക്കും ഒക്കെ കൊടുക്കുന്നത്. എന്നിട്ട് അവസാനം തേപ്പും കിട്ടി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറെ സ്റ്റാറ്റസ് വിട്ട് മറ്റേ എന്താ പറയുന്ന ഈ മാനസമൈനെ പാടി നടന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ പിഴവാണ്. കാരണം നിങ്ങളെ അങ്ങനെ ഒരാൾ ഊറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നിന്നു കൊടുത്തിട്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. മേഘയുടെ കാര്യത്തിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞെട്ടലുണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മേഘ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയല്ല. IB എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുക, ഇന്റലിജൻസ് ബ്യൂറോ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടാണ് അതിലേക്ക് ആ ജോലി. നമുക്കറിയാം, നമ്മളിപ്പോൾ പോലീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിങ്ങിലേക്ക് പോലും ജോലിക്ക് കയറുമ്പോൾ കൃത്യമായ പരിശീലനം നമുക്ക് കിട്ടാറുണ്ട്. അത് കായികപരമായും മാനസികപരമായും ഒക്കെ ഒരുപാട് പരിശീലനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അതിന്റെയൊക്കെ എത്രയോ മടങ്ങാണ് അതുപോലെയുള്ള IB, NIA ഇതിലേക്കൊക്കെ ജോലിക്ക് കിട്ടുന്ന ആൾക്കാർക്ക്. അവർക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള, അതായത് ആ ഒരു ജോലിക്ക് അവർ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് കൃത്യമായി ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ അതെല്ലാം പാസ്സായി ജോലിയിൽ കയറിയ ഒരു 24-കാരി. ഞാൻ അപ്പുറത്തുനിന്ന് നിൽക്കുന്ന ആള് എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് പോലീസുകാരാണെങ്കിലും IAS കാരാണെങ്കിലും
IPS-കാരാണെങ്കിലും IB-കാരാണെങ്കിലും പിന്നെ അതിന് അപ്പുറം റോയിലുള്ളവരില്ല. കാരണം ഇവർക്കെല്ലാം ഏകദേശം ഒരേപോലത്തെ ട്രെയിനിങ് തന്നെയാണ് കിട്ടുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഈ കുട്ടിക്ക് മനസ്സിലായില്ല? അപ്പൊ അതില് വേറൊന്നുമില്ല. മകൾക്ക് വാങ്ങി നൽകിയിട്ടുള്ള കാറ് എറണാകുളം ടോൾ കടന്നതായിട്ട് സന്ദേശം ലഭിക്കുമ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു പ്രണയമുണ്ടെന്ന് മനസ്സിലാകുന്നത്. കാരണം മകളുടെ കാറ് എറണാകുളം ടോൾ കടന്നു എന്നുള്ള ഒരു സന്ദേശം അച്ഛന്റെ ഫോണിലേക്ക് വരുമ്പോഴോ കാറ് മോഷണം പോയിട്ടുണ്ട് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. മോളുടെ കാർ എവിടെ? മോള് ജോലിക്ക് പോയിരിക്കുകയാണല്ലോ. കാറ് പോയി എന്ന് വിചാരിച്ചിട്ട് മകളെ വിളിച്ചപ്പോഴാണ് മലപ്പുറം സ്വദേശിക്കൊപ്പം എറണാകുളത്താണ് മേഘ ഉള്ളത് എന്ന് വ്യക്തമാകുന്നത്. അതിനുശേഷമാണ് ഇയാളുമായിട്ട് പ്രണയത്തിലാണ് എന്ന് മകൾ ഭാര്യയോട് പറഞ്ഞത് എന്നാണ് ഈ മേഘയുടെ അച്ഛൻ മധുസൂദനൻ വിശദമാക്കുന്നത്. അപ്പോ രാജസ്ഥാനിലെ പരിശീലന ക്ലാസ്സിൽ ഒപ്പം ഉണ്ടായിരുന്നതാണ് ഈ സുഗാന്ത്. എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ അപ്പോഴൊന്നും ഇവർക്കറിയില്ല ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. 2024 മെയ്യിൽ ചെറിയ തുക ആദ്യം മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇത് 2024 മെയ്യില്. 2024 ഒക്ടോബർ മുതൽ മുഴുവൻ ശമ്പളത്തുകയും മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് IBക്കും പോലീസിനും എല്ലാം മെയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മേഘയുടെ മൊബൈൽ ഫോണിലേക്ക് ഏറ്റവും അവസാനം വന്ന കോളും സുഗാന്തിൻ്റെത് തന്നെയാണ്. അപ്പോൾ വളരെ 3 സെക്കൻഡ് മാത്രമായിരുന്നു ആ കോളിന്റെ സമയം. അപ്പൊ ആ 3 സെക്കൻഡിൽ അയാൾ പറഞ്ഞ എന്തോ ഒരു സംഭവം ആണ് ആ കുട്ടിയെ ഇത്ര അധികം ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. എന്താണ് ആ കാരണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇയാള് വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങിയത് ആണ് പ്രധാന കാരണം എന്നാണ് പറയുന്നത്. എന്തു തന്നെ ആയാലും അതിന് ഉചിതമായ നിയമ നടപടി എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഒരു ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥ എത്തിച്ചു. എന്നിട്ട് ഇനി ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള നിലയ്ക്ക് എത്തിച്ചു. അതൊരു വല്ലാത്ത ഇതിനെ പ്രണയം എന്നാണോ പറയേണ്ടത്? ഇതാണോ പ്രണയം? അഫാൻ ചെയ്തതും അയാൾ ചെയ്തതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ മേഘയുടെ കാര്യം ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. 24 വയസ്സുള്ള പെൺകുട്ടി. അത് പറയാൻ കാരണമുണ്ട്. 24 വയസ്സിൽ ഇങ്ങനെ ഒരു ജോലി കിട്ടണമെങ്കിൽ അവൾ എത്രത്തോളം മിടുക്കിയായിരിക്കണം, എത്രമാത്രം പഠിക്കുന്ന കുട്ടിയായിരിക്കണം. ഈ രാജസ്ഥാനിൽ ആ ഒരു പരിശീലനത്തിന് പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നേ. എന്തൊരു മിടുക്കി കുട്ടിയാണ്. അത് തന്നെയല്ല, ആ അച്ഛനും അമ്മയ്ക്കും എത്രത്തോളം അഭിമാനമാണ്. തന്റെ മകൾ ഈ പ്രായത്തിൽ അത്തരം ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെയല്ല, ഈ മേഘയുടെ അച്ഛൻ സംസാരിക്കുന്ന സമയത്തൊക്കെ മകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരു അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകർന്നു പോയി ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളം ദാരുണമാണ് എന്നുള്ളതാണ്. ഇതും ഒരു പ്രണയ കൊല തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇത് ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല, ഇത് കൊലപാതകം തന്നെയാണ്. സുഗാന്തിനെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് ആവശ്യം. തന്നെയല്ല, സുഗാന്തിന് 8ന്റെ പണി വരുന്നുണ്ട്. കാരണം IB കൃത്യമായ നടപടി എടുക്കും. നമുക്കറിയാം, ഈ പട്ടാളത്തിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ IB ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാളും IB ഉദ്യോഗസ്ഥനാണ്. അല്ല, അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് IBയിൽ നിന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരാൾ ഈ വിങ്ങിൽ ഇനി വേണ്ട എന്ന് കേന്ദ്ര ഏജൻസികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ നടപടി ആ കാര്യത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ പ്രശ്നക്കാരായിട്ടുള്ളവരുണ്ട്. അവർക്കെതിരെ ഒന്നും ഒരു നടപടി പോലും ഉണ്ടാകുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ഈ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമെതിരെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനടി നടപടി ഉണ്ടാകും. അപ്പോൾ സുഗാന്തിന്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് വീണ്ടും സുഖമായി ആ പദവിയിൽ ഇരിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും സുഗാന്തിന് വേണ്ട. സുഗാന്തിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ളത് IB തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, എത്രയോ കേസുകൾ ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പ്രണയത്തിന്റെ പേരിൽ ആത്മഹത്യ, കൊലപാതകം, ഇതിനൊന്നും ഒരു അറുതിയില്ലാത്ത കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദിവസവും ഉണ്ടാകും ഇത്തരത്തിലുള്ള വാർത്തകൾ. ഇതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാകാത്ത ഒരു തലമുറയാണോ എന്നുള്ളതാണ് നമ്മളെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്നത്. എന്നാലും ഇതുപോലത്തുള്ള പ്രണയത്തിൽ തല വെച്ചു കൊടുക്കാൻ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരിക്കുകയാണെന്ന് തോന്നും.
എങ്ങനെയാണ് ഒരു നല്ല രീതിയിലല്ല, അല്ല, ഞാൻ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയാണോ അല്ല എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, സെൽഫ് റെസ്പെക്ട് കിട്ടാത്ത ഒരിടത്ത് നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആത്മാഭിമാനം പണയം വെച്ച ഒരാൾക്ക് അങ്ങനെ അങ്ങ് നിന്നു കൊടുക്കാൻ പറ്റുമോ? അതിപ്പോ പ്രണയത്തിലാണെങ്കിലും എന്ത് തരം കണ്ണും മൂക്കും ഇല്ല, ബോധവും ഇല്ല. അതാണ് പറയേണ്ടത്. കണ്ണും മൂക്കും ഒന്നും ഇല്ല എന്നല്ല, ബോധമില്ല എന്നാണ് പറയേണ്ടത്. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ മനുഷ്യർക്കും ഒരു വ്യക്തിത്വമുണ്ട്. അത് പണയം വെച്ച് ഒരിടത്ത് നിൽക്കരുത്. അത് എന്ത് തരം ബന്ധങ്ങളായാലും, പ്രണയബന്ധമാണെങ്കിലും അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്കിടയിലാണെങ്കിലും, നിങ്ങളെ മാനിക്കാത്ത ഒരിടത്ത്, ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ ചെന്ന് വീഴരുത്. അങ്ങനെ വീണു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തു കടക്കുക. അല്ലാതെ സ്വയം അങ്ങ് ജീവൻ ഒടുക്കുകയല്ല വേണ്ടത്. മേഘ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കാരണം അവർക്ക് എന്താണ് ഇല്ലാതിരുന്നത്? വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല മാതാപിതാക്കളുണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ടാണ് ഒരു നിമിഷത്തെ ഒരു മണ്ടത്തരത്തിന് എല്ലാം അങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞത്. അപ്പോൾ ഈ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, പെൺകുട്ടികളോടാണെങ്കിലും ആൺകുട്ടികളോടാണെങ്കിലും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ 1000 തവണ കൊല്ലുന്നതിന് തുല്യമാണ് ഈ നടപടി. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ മേഘയുടെ കാര്യം സംസാരിച്ചു. മേഘ ഒരു ചെറിയ ഒരു ജോലിയിലൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല, എല്ലാം തികഞ്ഞ ഒരാളെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരാൾക്ക് പോലും ഒരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മറ്റ് ഒരു സാധാരണ പെൺകുട്ടിക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. പക്ഷെ തരണം ചെയ്യുക തന്നെ വേണം. ആരും ചില പ്രതിസന്ധികളിൽ ആരും നമുക്കൊപ്പം ഉണ്ടാകില്ല, നമ്മൾ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു നിമിഷത്തേക്കായിരിക്കും, ഒരു നിമിഷത്തെ തീരുമാനം കൊണ്ടായിരിക്കും നമ്മൾ ആത്മഹത്യ ചെയ്തേക്കാം എന്നങ്ങ് തീരുമാനിക്കുന്നത്. പക്ഷെ ആ ഒരു നിമിഷത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവിടം തൊട്ട് ജീവിതം മനോഹരമാകുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും മേഘയ്ക്ക് നീതി കിട്ടട്ടെ. സുഗാന്ത് സുഖമായി ഇരിക്കണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.